ഇത് ഓരോന്നും ചെയ്തതിന് ശേഷം നമ്മുടെ കപ്പാസിറ്റർ ഇതിങ്ങനെ പൊട്ടിച്ച് കളയണം മീൻസ് ഒന്ന് ഷോർട്ട് ചെയ്ത് കളയണം. ഇത് നമ്മുടെ ഫിലിപ്സും സ്റ്റെർലൈറ്റും മാക്സിമം ബ്രൈറ്റ്നസ്സിൽ കത്തിയിരിക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഫിലിപ്സ് ഏതാണ് സ്റ്റെർലൈറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒന്ന് കമൻ്റായിട്ട് ഇടുക കേട്ടോ. ഹായ് ഗൈസ്, അയച്ചുയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ LED കുറഞ്ഞ വാട്സിൽ കത്തിക്കാൻ പോവാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു LED മാനുഫാക്ചർമാർ കംപ്ലീറ്റ് ഓവർ ഡ്രൈവ് ചെയ്തിട്ട് ആണ് LED പെട്ടെന്ന് അടിച്ചു പോകുന്നത്, സർക്യൂട്ടാണ് എന്തെങ്കിലും ചൂടായിട്ടാണ് അടിച്ചു പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മളെന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് വേറൊരു രീതിയും കൂടെ ഉണ്ട്. അതായത് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡ്രൈവർ ബോർഡ് എല്ലാം ഇളക്കി പറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തെ കമ്പോണന്റ് ഊരി മാറ്റി പുതിയ കമ്പോണന്റിൽ ഇരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റായിട്ട് ഇടുക. ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കയ്യിലുള്ള സംഭവങ്ങൾ തന്നെ വെച്ച് ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ശരിയാണല്ലോ ട്യൂബ്ലൈറ്റ് നിൽക്കുന്നില്ലല്ലോ, എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ട്യൂബ്ലൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ കമ്പോണൻറ്റും കാര്യങ്ങളൊക്കെ ഊരി സോൾഡർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കപ്പാസിറ്ററുകളുണ്ട്. ഈ കപ്പാസിറ്ററുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക്സിൽ തന്നെ വരുന്ന AC വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കപ്പാസിറ്റീവ് ഡ്രോപ്പർ എന്ന് പറയുന്ന ഒരു സംഭവം. ആ സെയിം കപ്പാസിറ്റീവ് ഡ്രോപ്പർ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഈ ട്യൂബ്ലൈറ്റിൻ്റെ വാട്ട്സ് കുറച്ചെടുക്കാനും അതിൻ്റെ പവർ കുറച്ച് യൂസ് ചെയ്യിക്കാനും ഉള്ള ഇതിൽ മാറ്റുന്നത്. ഇതിനൊരു ഡൗൺ സൈഡ് ഉണ്ട്, പവർ ഫാക്ടർ കുറയും. അതായത് ട്യൂബ് നോർമലി വരുന്നത് 900 സംതിങ് ഇതിലാണ് വരുന്നത് പവർ ഫാക്ടർ വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കും ഒരു 600ലേക്ക് അത് കുറയും. 600, 500, 600ലേക്ക് കുറയും. അപ്പം അത്രയ്ക്ക് കുഴപ്പമുള്ള പവർ ഫാക്ടർ അല്ല ട്യൂബൊക്കെ അപേക്ഷിച്ച്. പക്ഷേ ട്യൂബിൻ്റെ ലൈഫ് നോക്കുകയാണ്, ട്യൂബിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പവർ ഫാക്ടർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല, ലാഭം എന്തായാലും ഉണ്ടാവുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കമ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഫിലിപ്സും സ്റ്റെർലൈറ്റിൻ്റെയും കൂടെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ഗ്യാപ്പ് വന്നേക്കണുണ്ടോ? ഇത് രണ്ടുമാണ് ഈ ട്യൂബ് ലൈറ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ടുള്ളത്. ഫിലിപ്സ് ചെറുതാണ്, ഓൾമോസ്റ്റ് ഒരു 4 ഇഞ്ച്, ഒരു വിരലിൻ്റെ അത്ര, 4 ഇഞ്ചിൻ്റെ അത്ര ചെറുതാണ് ഫിലിപ്സിൻ്റെ. ഓക്കെ, ഇനി കമ്പാരിസൺ പലരും പറഞ്ഞിരുന്നു നിങ്ങളുടെ കമ്പാരിസൺ തെറ്റാണ്, ഇത് ഡ്രൈവർ രണ്ടും സെയിം അല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കാണിക്കുവാണ് കേട്ടോ, ഡ്രൈവർ സർക്യൂട്ട് ഒന്നും കൂടെ കാണിക്കുവാണ്. അപ്പോൾ ഈ നടുക്ക് കാണുന്ന ഈ 2 സർക്യൂട്ട് ഉണ്ടോ, ഈ ചിപ്പ് കണ്ടോ, ഈ 2 ചിപ്പിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇത് രണ്ടും ഒരേ മാനുഫാക്ചറർ തന്നെ ഉണ്ടാക്കുന്ന ചിപ്പാണ്. ഒരു ചൈനീസാണ്, ഷെൻജൻ ഒരു കമ്പനിയാണ്, ഷെൻജനിലുള്ളൊരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ സെയിം ചിപ്പാണ്. ഇത് തന്നെയാണ് എല്ലാ ട്യൂബ്ലൈറ്റ് മാനുഫാക്ചറേഴ്സും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കിയത് ഇത് ഒരേ കമ്പനി ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഹാക്ക് എന്ന് പറയുന്ന സംഭവം എല്ലാത്തിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് റിസർച്ച് ചെയ്ത് നോക്കിയത്. നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലിപ്സും സ്റ്റെർലൈറ്റും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ഇതാണ് സ്റ്റെർലൈറ്റിൻ്റെ, ഇതാണ് ഫിലിപ്സിൻ്റെ വരുന്നത്. ഓക്കെ, ഫിലിപ്സിൻ്റെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം കോസ്റ്റ് കട്ടിംഗ് ആണ് കാണാൻ പറ്റുന്നത്. കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇൻപുട്ട് സൈഡിൽ വരുന്ന 2 റെസിസ്റ്ററാണ്, കണ്ട 2 റെസിസ്റ്ററാണ് ഫിലിപ്സിന് ഇൻപുട്ട് സൈഡിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒറ്റ റെസിസ്റ്റർ വന്നിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഒരു കപ്പാസിറ്റർ വന്നിട്ടുണ്ട്, പോളിസ്റ്റർ കപ്പാസിറ്റർ വന്നിട്ടുണ്ട്. ഇവിടെയും പോളിസ്റ്റർ കപ്പാസിറ്റർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു വേറിസ്റ്റർ വന്നിട്ടുണ്ട്, വേറിസ്റ്റർ. പിന്നെ 2 കോയിലാണ്. ഇത് ട്രാൻസ്ഫോമർ അല്ല, ഇത് കോയിലാണ് കേട്ടോ, കോയിലാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിലാണ് ഇവിടെ ഒരു വേറിസ്റ്റർ വന്നേക്കുന്നത്. പിന്നെ 2 കപ്പാസിറ്റർ. സെയിം ആണ് സംഭവങ്ങൾ വന്നേക്കുന്നത്. അടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പവർ നേരെ വരുന്നു, നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിലേക്കാണ് പോകുന്നത്. രണ്ടിനും സെയിം സ്ഥലത്ത് തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ 3 റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും എഫിഷ്യൻറ്റ് മാർഗ്ഗം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതെല്ലാം നോക്കണം, നമ്മൾ കപ്പാസിറ്റർ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ലൂമൻസ് ചെക്ക് ചെയ്യാൻ ലൂമൻസ് മീറ്റർ ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ലക്സ് മീറ്റർ ആണ്. അപ്പോൾ ലക്സും ലൂമിനും രണ്ട് സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൂമൻസ് അളക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇരുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ ക്യാമറ മാനുവൽ മോഡിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ശരി, ഇപ്പോൾ ഞാൻ ഇവിടെ കൈവച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് വെളിച്ചമുണ്ടോ ആ വെളിച്ചത്തിൽ ക്യാമറ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരും, ബ്രൈറ്റാക്കി കാണിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്.
നമ്മൾ 220 പീക്കോ ഫാരഡ് തൊട്ട് പൊക്കത്തേക്കുള്ള കപ്പാസിറ്ററുകൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ട്യൂബ് ലൈറ്റിന് സീരീസ് ആയിട്ട് നമ്മൾ ഹോപ്പി മീറ്ററിൽ ഇത് കണക്ട് ചെയ്തിട്ട് എത്ര വാട്ട്സും എത്ര ആംബിയറും എത്ര പവർ ഫാക്ടറും ഒക്കെ എടുക്കുന്നുണ്ടെന്നാണ് നോക്കുന്നത്. കീബോർഡ് അവിടെ വെച്ചിരിക്കുന്നത് എത്ര ലൈറ്റ് കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാനാണ്. ഇതാണ് 220 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ നമ്മളത് ഫിലിപ്സിൻ്റെ ട്യൂബിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ലെഗ് മര്യാദയ്ക്കല്ല നമ്മുടെ കണക്ടറുമേ ഇൻസേർട്ടായത്. ഇരുട്ടായതുകൊണ്ട് ഞാൻ കണ്ടുമില്ല. അപ്പോൾ ഇതാണ് റീഡിങ് വരുന്നത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് 470 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഹോപ്പി മീറ്ററിൽ കണക്ട് ചെയ്തിട്ട് എത്ര വാട്ട്സൊക്കെ എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. കുത്തിയിട്ട് ലൈറ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് 470 നാനോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന വെട്ടം. ഇതിപ്പം പവർ ഫാക്ടർ വളരെ കുറവാണ് ഇതിൻ്റെ അകത്ത് പവർ ഫാക്ടർ 0.36 വന്നിട്ടുള്ളൂ. അത്ര എഫിഷ്യൻ്റ് അല്ല. എന്നാൽ കൂടി നമ്മുടെ പവർ കൺസ്യൂം ചെയ്യുന്നത് ട്യൂബിൻ്റെ അത്ര നമ്മൾ എടുക്കുന്നില്ല. എന്നാലും പവർ കുറവാണ്. 2.5 വാട്ട്സ് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ 2.5 വാട്ട്സ് എടുക്കുന്നുള്ളൂ. അടുത്ത നമ്മുടെ കണ്ടസ്റ്റൻ്റാണ് 680 പീക്കോ ഫാരഡ്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് വെളിച്ചമൊന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. 680 പീക്കോ ഫാരഡിൽ ഫിലിപ്സിൻ്റെ ട്യൂബ് 4.2 വാട്ട്സ് ആണ് എടുക്കുന്നത്. പവർ ഫാക്ടർ ഇത്രയും കൂടെ കൂടിയിട്ടുണ്ട്. 440 ആയിട്ടുണ്ട് പവർ ഫാക്ടർ. ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കപ്പാസിറ്റർ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് കളയണം. പൊട്ടിച്ച് കളയാൻ മീൻസ് ഡിസ്ചാർജ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഷോക്ക് അടിക്കും. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ് 1000 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് സംഭവം. 50 to 5 വാട്ട്സ് കറണ്ട് എടുക്കുന്നുണ്ട്. 478 പവർ ഫാക്ടറും വരുന്നുണ്ട്. കണ്ടോ? അടുത്തത് 1360 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. ആ വാല്യൂ കിട്ടാത്തത് കൊണ്ട് നമ്മൾ 680pfൻ്റെ 2 കപ്പാസിറ്റർ എടുത്ത് അത് പാരലായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യാൻ പോവാണ്. കണ്ടോ? 10 വാട്ട്സ് എടുക്കുന്നുണ്ട്. ഇതാണ് മിക്കവാറും എല്ലാ ട്യൂബുകളുടെയും ഒരു സ്വീറ്റ് സ്പോട്ട്. അധികം ചൂടാവാത്തയും മാക്സിമം ലൈറ്റ് ഔട്ട്പുട്ട് തരുന്നതും ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. 1200 വെച്ചിട്ട് അടുപ്പിച്ച് വരുന്നതാണ്. ഇവിടെ പവർ ഫാക്ടർ അത്യാവശ്യം നല്ല പവർ ഫാക്ടർ കിട്ടുന്നുണ്ട്. 656 പവർ ഫാക്ടർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അടുത്തത് നമ്മൾ 1800 പീക്കോ ഫാരഡാണ് എടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 1.8 UF എന്ന് പറയാം. ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം 14 വാട്ട്സ് ആണ് എടുക്കുന്നത്. 747 ആയിട്ടുണ്ട് പവർ ഫാക്ടർ. നമ്മളപ്പോൾ സെയിം എക്സ്പീരിയൻസ് സ്റ്റെർലൈറ്റിൽ വെച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് 220 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. സ്റ്റെർലൈറ്റ് കത്തിയിട്ടുണ്ട്. വാട്ട്സ് എടുക്കുന്നത് 0.78 വാട്ട്സ് എടുക്കുന്നുള്ളൂ. 0.78 വാട്ട്സ് എടുക്കുന്നുള്ളൂ. പവർ ഫാക്ടർ 241 ആണ് വരുന്നത്. അടുത്തത് നമ്മൾ എടുക്കുന്നത് 470 പീക്കോ ഫാരഡാണ്. നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാം. ഇതിപ്പോൾ 1.9 വാട്ട്സ് ആണ് എടുക്കുന്നത്. 2 വാട്ട്സിൻ്റെ അടുപ്പിച്ച് പവർ ഫാക്ടർ വരുന്നത് 273 ആണ്, 274. അടുത്തത് വരുന്നത് 680 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. നമ്മളിവിടെ കുത്തിയിട്ടുണ്ട്. ഓൺ ചെയ്യുകയാണ്. ഇതാണ് 680 പീക്കോ ഫാരഡിൻ്റെ വെളിച്ചം. 3.3 വാട്ട്സ് ആണ് എടുക്കുന്നത്. 332 പവർ ഫാക്ടറും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിം ലൈറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല ഇതാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ സാധനങ്ങളും ഡിം ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇതാണ്. അടുത്തത് 1000 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇത് സ്റ്റെർലൈറ്റിൻ്റെ LED-ലാണ്. ഇപ്പോൾ പവർ ഓൺ ചെയ്യാൻ പോവാണ്. നോക്കിക്കഴിഞ്ഞാൽ 357 പവർ ഫാക്ടർ വരുന്നുണ്ട്. 4.2 വാട്ട്സ് ആണ് വരുന്നത്. 4.5 വാട്ട്സ് 4.2 വാട്ട്സ് വരുന്നുണ്ട്. 358 ആണ് പവർ ഫാക്ടർ വരുന്നത്. അടുത്ത നമ്മൾ 1360 പീക്കോ ഫാരഡാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് എന്തൊരു ലൈറ്റ് ഉണ്ടെന്ന് നോക്കാം. പവർ ഓൺ ചെയ്യുകയാണ്. 9.7 വാട്ട്സ് ആണ് വരുന്നത്. ഇതാണ് ഈ ട്യൂബിൻ്റെ സ്വീറ്റ് സ്പോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിപ്സിൻ്റെ പറഞ്ഞ മാതിരി ഈ സെയിം കപ്പാസിറ്റർ തന്നെയാണ് ഈ സ്റ്റെർലൈറ്റിൻ്റെ സ്വീറ്റ് സ്പോട്ട്. 518 പവർ ഫാക്ടർ 518 വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് 1800 പീക്കോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. പവർ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ വരുന്നത്. വാട്ട്സ് വരുന്നത് 14 വാട്ട്സ് ആണ് എടുക്കുന്നത്. ഇത് ഇച്ചിരി കൂടുതലാണ്. ജസ്റ്റ് ഈ വാട്ട്സിലും LED പതുക്കെ ചൂടാവുന്നുണ്ട്. അതേപോലെ പവർ ഫാക്ടർ വരുന്നത് 613 ആണ്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫിലിപ്സും സ്റ്റെർലൈറ്റും മാക്സിമം ബ്രൈറ്റ്നസ്സിൽ കത്തിയിരിക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഫിലിപ്സ് ഏതാണ് സ്റ്റെർലൈറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒന്ന് കമൻ്റായിട്ട് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. പൊക്കത്തത് ഫിലിപ്സും താഴത്തത് സ്റ്റെർലൈറ്റുമാണ്.
തെറ്റിപ്പോയെങ്കിലും കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈറ്റ് കുറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് ലൈറ്റ് നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് കുറച്ച് ഇത്തിരി ഡിമ്മാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ആ കപ്പാസിറ്റർ ഇട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഒരു റെസിസ്റ്ററും കൂടെ ഇടാൻ മറക്കല്ല. ഇതേമാതിരി അത് ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാണ്ട് ആരെങ്കിലും കപ്പാസിറ്ററിലൊക്കെ ഒന്ന് കയറി പിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ചെറുതായിട്ടൊരു ഷോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ചുവന്ന കളർ സബ്സ്ക്രൈബ് എന്നുള്ളത് വെള്ള കളറാക്കിയിട്ട് അതിൻ്റെ അടുത്തുള്ള മണിയും കൂടെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിന് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഈ വീഡിയോസ് തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലിടും. അപ്പോൾ അവിടെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.